ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഡെനക്സിൻ്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സബ് ആംപ്ലിഫയർ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്കും അതുപോലെ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസൊക്കെ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ റിവ്യൂയിലേക്കാണ് ഇന്ന് പോകുന്നത്. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫ്രണ്ട് ഡിസൈന് നമ്മൾ കുറച്ചൊരു പ്രീമിയം സ്റ്റൈലിൽ തന്നെയാണ് നമ്മളിതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ഈ ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്കും മാറ്റും കൂടെ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്ക് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്രീക്വൻസിക്കും റൈറ്റ് സൈഡിൽ സബിൻ്റെ വോളിയത്തിനുമാണ് നമ്മൾ രണ്ട് നോബ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ടൊരു പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോബിന് ചുറ്റും ഒരു ബ്ലൂ ലൈറ്റും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ ഒരു ക്വാളിറ്റി ഒരു ഡിസൈനിങ് ആണ് നമ്മൾ ഫ്രണ്ട് ഡിസൈന് കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് AVRനും അതുപോലെ തന്നെ സബ് ഔട്ട് പ്രീ ഔട്ടുള്ള ഇതിനൊക്കെ നമുക്ക് ഈ സബ് ആംപ്ലിഫയർ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കൊടുത്തിരിക്കുന്നത്. ഒരു 350 RMS ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ബാക്ക് സൈഡിലേക്ക് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു സ്റ്റീരിയോ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് സബിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സബ് 1 സബ് 2 എന്ന രീതിക്കൊരു പവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സോക്കറ്റ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസിലേക്ക് നോക്കുവാണെങ്കിൽ ഡെനക്സിൻ്റെ തന്നെ ഒരു 300 RMS ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു 6 ട്രാൻസിസ്റ്റർ ബോർഡാണ്. അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബോർഡാണ്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കമ്പോണൻസ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ലൊരു ക്വാളിറ്റി രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരുന്ന കമ്പോണൻസ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് അത് മേടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ അതിനൊരു ഫാൻ കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ 63ൻ്റെ 2 കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ് ഫിൽറ്റർ നമ്മളിന്ന് ഉപയോഗിക്കുന്ന മാക്സ്മിൻ്റെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ സർക്യൂട്ടാണെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വേറെ കമ്പനിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സബ് ഫിൽറ്ററിലാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനക്സിൻ്റെ തന്നെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ, സ്പീക്കർ പ്രൊട്ടക്ഷന്, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫോമറിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മളൊരു 42/042ലാണ് ഇതിലേക്ക് നമ്മൾ പവർ കണക്ഷൻ എടുത്തിരിക്കുന്നത്. അതായത് ഒരു ഡുവൽ സപ്ലൈ ഒരു 42/042 8 ആമ്പിയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ ബോർഡിന് ഒരു 45 വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്നാലും നമുക്ക് ഒരു സേഫിന് വേണ്ടി 42/042 അതുപോലെ തന്നെ നമ്മൾ ബാക്കി സിംഗിളായിട്ടുള്ള സെപ്പറേറ്റ് ടാപ്പിംഗ് 12/012 012 ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ടാപ്പിംഗ് കൊടുത്തിട്ട് നല്ലൊരു ക്വാളിറ്റി രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ സബ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കൊരു 12 ഇഞ്ച് ഒരു 1500 വാട്ട്സ് ഔട്ട്പുട്ട് ഉള്ള ഒരു സബിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സ്റ്റോറിൽ നിന്ന് മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ ഞാൻ വീഡിയോയുടെ കൊടുക്കാം, നിങ്ങളത് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ വാട്സപ്പിലും മെസ്സേജ് ഇട്ടോ മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.